അലസനും മടിയനുമായ തൻ്റെ കഴുതയെ ഒഴിവാക്കുവാനായി അതിനെ ഒരു പൊട്ടക്കിണറ്റിലിട്ട് കുഴിച്ചു മൂടിക്കളയുവാൻ ആ കർഷകൻ തീരുമാനിച്ചു. പൊട്ടക്കിണറ്റിൽ വീണ് കഴിഞ്ഞപ്പോഴാണ് കഴുതയ്ക്ക് തൻ്റെ അലസതയെക്കുറിച്ചും മടിയെക്കുറിച്ചും അവബോധമുണ്ടായത്. അത് സ്വയം പറഞ്ഞു, ഇനിയും അലസനും മടിയനുമായിരുന്നാൽ രക്ഷപ്പെടാനാവില്ല, പൊരുതുക തന്നെ. പൊരുതാൻ ഉറച്ചു നിന്ന് കഴുതയുടെ പുറത്ത് ഒരു ലോഡ് മണ്ണ് കൊണ്ടുവന്ന് കർഷകനിട്ടു. കഴുത സർവ്വശക്തിയും ഉപയോഗിച്ച് മണ്ണ് കുടഞ്ഞു കളഞ്ഞ് ആ മണ്ണിൻ്റെ പുറത്ത് കയറി നിന്നു. ഓരോ ലോഡ് മണ്ണും കിണറ്റിലേക്കിടുമ്പോഴും കഴുത ഇത് തന്നെ ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. അവസാനം കിണർ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ കഴുത പുറത്തെത്തി. പിന്നീട് കഴുത അലസനായിട്ടില്ല, മടിയനുമായിട്ടില്ല. പ്രിയരെ, നമ്മുടെ ജീവിതത്തിലെ പല പരാജയങ്ങൾക്കും കാരണം നമുക്ക് വിഭവങ്ങളുടെ കുറവല്ല, കഴിവുകളുടെയും കുറവല്ല, മറിച്ച് നമ്മുടെ അലസതയും മടിയുമാണ്. അലസതയും മടിയും മൂലം നമ്മൾ പലപ്പോഴും പല അപകടങ്ങളിലും ചെന്ന് ചാടാറുമുണ്ട്. ജീവിതത്തിൽ വിജയം വരിച്ചവരോട് ചോദിച്ചാൽ അവരൊക്കെ പറയും അവരുടെ ജീവിതത്തിൽ കഠിനാധ്വാനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച്. നമുക്കും ഇന്ന് നമ്മുടെ അലസതയും മടിയും ഉപേക്ഷിച്ച് കഠിനാധ്വാനികളായി മാറാം. നമ്മുടെ ജീവിതത്തെ നമുക്കും വിജയത്തിൻ്റെ തീരമണിയിക്കാം. ഗോഡ് ബ്ലെസ് യു.